അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ റഫറിമാരെ സഹായിക്കുന്ന വാർ സംവിധാനം ഇനി പ്രാദേശിക സെവൻസ് ഫുട്ബോളിലും. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നടക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലാണ് രാജ്യത്താദ്യമായി പ്രാദേശിക വാർ സംവിധാനം ഒരുക്കിയത്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നടക്കുന്ന സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ നിർണായക നിമിഷത്തിൽ വാർ സഹായം തേടി റഫറി ഗ്രൗണ്ടിന് പുറത്തേക്ക്. വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനത്തിന്റെ സഹായത്തോടെ മത്സരത്തിന്റെ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച് തീരുമാനമെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ഉൾപ്പെടെ രാജ്യാന്തര മത്സരങ്ങളിൽ മാത്രം കാണുന്ന വാർ സംവിധാനമാണ് ഖാൻ സാഹിബ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഒരുക്കിയത്. നിർണായക ഘട്ടങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങളെടുക്കാൻ ഓൺഫീൽഡ് റഫറിമാരെ സഹായിക്കുകയാണ് വാർ സംവിധാനം ചെയ്യുന്നത്. വാർ സംവിധാനം ഇന്ത്യൻ ഫുട്ബോളിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. രാജ്യാന്തര മത്സരങ്ങളിൽ നിരവധി ക്യാമറകളും AI സംവിധാനവും ഉൾപ്പെടെ ഉപയോഗിച്ചാണ് വാറിലൂടെ ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത് തീരുമാനത്തിലെത്തുന്നത്. അതേ മാതൃകയിലാണ് പ്രാദേശിക വാർ സംവിധാനം ഒരുക്കിയത്. 10 ക്യാമറകളും ഒരു ഡ്രോൺ ക്യാമറയിലെ ദൃശ്യങ്ങളും ഉപയോഗിച്ചാണ് വാർ പരിശോധന. റഫറിക്ക് ദൃശ്യം പരിശോധിക്കാൻ ഗ്രൗണ്ടിന് സമീപത്തായി സ്ക്രീനുമുണ്ട്. വിധി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തിലാണ് സംഘാടകർ 5 ലക്ഷം രൂപ ചെലവിൽ പ്രാദേശിക വീഡിയോ അസിസ്റ്റന്റ് റഫറി സംവിധാനം സജ്ജമാക്കിയത്. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ആരും തന്നെ പരീക്ഷിക്കപ്പെടാത്ത ഒരു വാർ സിസ്റ്റമാണ് ഇവിടെ. സെവൻസ് ഫുട്ബോൾ കേരളത്തിൽ നിന്നും ഈ തൃക്കരിപ്പൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് അത് ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. വാശിയേറിയ മത്സരം നടക്കുന്ന സെവൻസ് ഫുട്ബോളിൽ വാർ സംവിധാനം ഒരുക്കിയത് ഏറെ പ്രയോജനകരമെന്ന റഫറിമാർ. 3 കാര്യങ്ങൾക്കാണ് വാറുള്ളത്. 1 വിവാദ ഗോൾ, 2 പെനാൾട്ടി, വിവാദ പെനാൾട്ടി, 3 ഓഫ് സൈഡ്. ബോൾ ഡെഡായിട്ട് 20 സെക്കൻഡിനുള്ളിൽ ഫീൽഡ് ഓൺ റഫറിക്ക് ഈ സിഗ്നൽ കൊടുത്താൽ ഉടനെ വാർ ടിവിയിലേക്ക് നൽകുന്നതാണ്. അത് ഫൈലാണെങ്കിൽ തുടർന്നുള്ള ആ ടീമിന് വാർ നഷ്ടപ്പെടുന്നു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ അംഗീകാരമുള്ള ഖാൻ സാഹിബ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ വാർ സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ശീതീകരിച്ച VIP പവലിയനും ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 1 മുതൽ 20 വരെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിലെ പ്രമുഖരായ 20 ടീമുകളാണ് പങ്കെടുക്കുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.